മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു. ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30യോടെയാണ് സംഭവമുണ്ടായത്. സഹോദരന്റെ ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിൽ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തിയത്. ബക്കറ്റിൽ തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും കണ്ടെടുത്ത പോലീസ്. പോക്സോ കേസ് അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുത്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയതെന്ന് അനൂപ് മൊഴി നൽകി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രതി അനൂപ് പെൺകുട്ടിയോട് ചെയ്ത കൊടും ക്രൂരതയുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമണം നടന്ന ശനിയാഴ്ച രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു കിട്ടാതായതോടെ 10 മണിയോടെ അനൂപ് വീട്ടിലേക്കെത്തി. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. പെൺകുട്ടി വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു. ആദ്യം തല ഭിത്തിയിലിടിപ്പിച്ചു, പിന്നീട് ശ്വാസം മുട്ടിച്ചു. കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും കത്തിയും ഉപയോഗിച്ച് പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു. ഇതോടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ പെൺകുട്ടി ഷോളെടുത്ത ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി. പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെ ഫാനിൽ തൂങ്ങി. പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ട് അനൂപ് തന്നെ ഷോൾ മുറിച്ചു. താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത്. കുട്ടി മരിച്ചു എന്ന് കരുതി രാവിലെ 7 മണിയോടെ അനൂപ് വീട്ടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടു എന്ന് ചോറ്റാനിക്കര SHO KN മനോജ് പറഞ്ഞു. ഇപ്പൊ നിലവില് ബലാത്സംഗം, അതുപോലെ തന്നെ കൊലപാതകം. ദേഹമാസകലവും കൺഫ്യൂഷൻ ഉണ്ട്. കഴുത്തിലും അടിവരലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒച്ച വരാതിരിക്കാൻ, പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച് രീതി ചെയ്തിട്ടുണ്ട്. കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. തലച്ചോറിന് ക്ഷതമേറ്റതിനാൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാട്ടുകാരുടെ രോഷം തെളിവെടുപ്പടക്കമുള്ള നടപടികൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് നിഗമനം. ചെന്താമരയെ ജയിൽ മാറ്റാനും നീക്കമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുമായി ചർച്ച നടത്തി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുമ്പായി മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ സാധ്യതയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കും കടക്കും. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ചെന്താമരയ്ക്കെതിരെ ഗുരുതരമായ പരാമർശമുണ്ട്. താൻ തെറ്റു ചെയ്തെന്നും ശിക്ഷിക്കൂ എന്നും കോടതിയോട് പറഞ്ഞ ചെന്താമരയ്ക്ക് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിട്ടില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതി നടപ്പിലാക്കിയ കൊലപാതകമെന്ന് തെളിയിക്കാനാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയായേക്കും. ഈ സാഹചര്യത്തിൽ രഹസ്യമായിട്ടായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ. പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. അതേസമയം പ്രതിക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകുമോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഒരു നാടിന് ഒന്നാകെ സമാധാനം കിട്ടണമെങ്കിൽ ചെന്താമരയ്ക്ക് വധശിക്ഷയോ മരണം വരെ ജീവപര്യന്തമോ നൽകണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി സനിലാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമ്മയും കുഞ്ഞും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തേടി. ഇടുക്കിയിൽ 9ാം ക്ലാസ്സുകാരിയായ 14 വയസ്സുകാരി പ്രസവിച്ചു. ഇടുക്കി ഹൈറേഞ്ചിലെ ഒരു ആശുപത്രിയിലാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിശോധനയിൽ ഗർഭിണിയാണെന്ന് തെളിഞ്ഞു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ആൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു. ബന്ധുവായ 8ാം ക്ലാസ്സുകാരനുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. ഒയാസിസ് കമ്പനിക്കായി ഇടതുമുന്നണി മദ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന് പ്രതിപക്ഷം. മദ്യനയം മാറുമെന്ന് ഉറപ്പു നൽകി കമ്പനിയെ കൊണ്ട് പാലക്കാട് ഭൂമി വാങ്ങിപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇടതുമുന്നണിയിലെ ഭിന്നത പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. 2022 ഒയാസിസ് കമ്പനി സർക്കാരിനെ സമീപിച്ചു. മദ്യനയത്തിലെ പരിമിതി കാരണം അപേക്ഷ നിരസിച്ചു. തൊട്ടടുത്ത വർഷം നയം തിരുത്തി ഇതേ കമ്പനിക്ക് തന്നെ അനുമതി നൽകി. നയമാറ്റം മധ്യപ്രദേശിലെ ഈ കമ്പനി മാത്രം എങ്ങനെ അറിഞ്ഞുവെന്നാണ്